വോട്ടുകളെ സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തമായ രൂപം ഇതുവരെ ഈ രാജ്യത്തിന് കിട്ടിയിട്ടില്ല. ആര് കട്ടുവെന്നും ആർക്ക് വേണ്ടി കട്ടു എന്നതിനും ഉത്തരമുണ്ട്. പക്ഷേ എങ്ങനെ ഇത്രയും നാൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കട്ടു എന്നതിനാണ് ഉത്തരമില്ലാത്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകളും കൃത്രിമത്വവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് നിയമപ്രതിനിധി അഭിഭാഷകൻ രോഹിത് പാണ്ഡെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ഈ വിഷയം പരിഹരിക്കപ്പെടുന്നതുവരെ വോട്ടർ പട്ടികയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിലക്കണമെന്നും കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകളെ കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഹർജിയിൽ ഉയർത്തിക്കാട്ടുന്നു. വ്യാജ വോട്ടർമാരുടെ സാന്നിധ്യവും യോഗ്യരായ വോട്ടർമാരെ ഒഴിവാക്കലും ആരോപിക്കപ്പെടുന്നുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വോട്ടർ പട്ടികയുടെ സമഗ്ര അടിസ്ഥാനപരമാണെന്നും നിലവിലെ ക്രമക്കേടുകൾ ഈ തത്വത്തിന് ഭീഷണിയാണെന്നും പാണ്ഡെ വാദിക്കുന്നു. വോട്ടർ പട്ടികയുടെ മെഷീൻ റീഡബിൾ പതിപ്പ് നൽകുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും ഇത് പൊതുജനങ്ങളുടെ സൂക്ഷ്മ പരിശോധന പരിമിതപ്പെടുത്തുകയും സുതാര്യതയെ ദുർബലപ്പെടുത്തുകയും ചെയ്തുവെന്നും ഹർജി ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധി നൽകിയ ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്: സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു SIT രൂപീകരണം, ജുഡീഷ്യൽ അവലോകനം വരെ വോട്ടർ പട്ടികയിലെ ഏതെങ്കിലും മാറ്റങ്ങൾ ഉടനടി നിർത്തലാക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലും പ്രസിദ്ധീകരിക്കുന്നതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യതയും ഉത്തരവാദിത്വവും നിലനിർത്തുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക, പൊതുജന പരിശോധനയ്ക്കായി മെഷീൻ റീഡബിൾ വോട്ടർ പട്ടികയിലേക്കുള്ള പ്രവേശനം. ഈ വിഷയം രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ ബീഹാറിൽ മരിച്ചവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിച്ചത് എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെന്ന് സുപ്രീം കോടതി ഇടപെട്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. ബീഹാറിൽ മരിച്ചവരെ കണ്ടെത്തി പുറത്താക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചതെന്നായിരുന്നു സുപ്രീം കോടതി നിർണായകമായി ചോദിച്ച ചോദ്യം. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിറച്ചുപോയി. മരിച്ചവരെ മുദ്രകുത്തി വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയവരെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്നത് സത്യം തെളിയിച്ചതിനും ഈ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്. വോട്ടുകൊള്ളയ്ക്കെതിരെ ഇന്ത്യ സഖ്യം മാർച്ച് നടത്തിയപ്പോൾ പേടിച്ച് വിറച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചവരാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്തായാലും രാഹുൽ ഗാന്ധി നേരിട്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയതോടെ കാര്യങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്.